നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. പറയണോ വേണ്ടേ എന്ന് കുറേ നേരം ആലോചിച്ചിട്ടാണ് ആമുഖമായിട്ട് ഞാനൊരു കാര്യം പറയുന്നത്. എൻ്റെ വാട്സാപ്പിലായാലും ഫേസ്ബുക്കിലായാലും പരിചയക്കാർ കുറച്ചേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ റിസീവ് ചെയ്യുന്ന ആളാണ് ഞാൻ. അവരെന്തെങ്കിലും ഇട്ടാൽ അതിന് മറുപടി ഇടുന്ന ആളുമാണ്. അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളെ എന്തും പറയാം എന്നുള്ള ബോധം ചിലർക്കുണ്ട്. ഒരുത്തൻ എനിക്കിട്ട ഒരു മെസ്സേജാണ് ഞാൻ തുടക്കത്തിൽ വായിക്കുന്നത്. CJ റോയ് ശർമ്മയി ഒരു ബന്ധവുമില്ല എനിക്ക്, എന്നിട്ടും താങ്കൾ പുള്ളിയെക്കുറിച്ച് സംസാരിക്കുന്നു. എന്തിന്? താങ്കൾ ജീവിതത്തിൽ ഒരു തോൽവിയാണെന്ന് ആദ്യം മനസ്സിലാക്കൂ. ഞാൻ ജീവിതത്തിൽ തോൽവിയാണോ വിജയമാണോ എന്ന് ഞാനല്ലേ തീരുമാനിക്കാൻ. ഞാൻ ഏതെങ്കിലും ഒരുത്തൻ റൈറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ വിജയിയാണോ അല്ലെങ്കിൽ തോൽവിയാണോ എന്നൊന്ന് അന്വേഷിക്കൂ, എന്നിട്ട് റേഷൻ വാങ്ങിക്കാനുള്ള കാശ് എത്തിക്കൂ എന്ന് ഞാൻ ഒരാളിനോട് പറഞ്ഞില്ല. ഒരാളിന് മുന്നിലും കൈ നീട്ടുന്ന ആളല്ലല്ലോ ഞാൻ. താങ്കൾ ജീവിതത്തിൽ ഒരു തോൽവിയാണെന്ന് ആദ്യം മനസ്സിലാക്കൂ. താങ്കളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ജയിക്കാൻ താങ്കൾക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല. താങ്കളൊരു സമ്പൂർണ്ണ പരാജിതനാണ്. എന്താണ് മറുപടി പറയണ്ടേ? ഇവനെയൊക്കെ നിങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തള്ളക്കി വിളിക്കും ഇല്ലേ, അല്ലെങ്കിൽ തിരിച്ച് മറുപടി ഇടും. ഞാൻ അവനെ ബ്ലോക്ക് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. കാരണം ഇതുപോലുള്ള അലവലാതിക്ക് മറുപടി കൊടുക്കണമെന്തിന്? അവൻ പറഞ്ഞിട്ടില്ല ഞാൻ ജീവിതത്തിൽ ഒരിടത്തും ജയിച്ചിട്ടില്ല എന്നിട്ട്. അന്തസ്സായി ഞാൻ എവിടെയൊക്കെ പോയാൽ അവിടെ എല്ലാം ജയിച്ചവൻ തന്നെയാണ്. പിന്നെ 100 സിനിമ സംവിധാനം ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പോയിടത്തെല്ലാം വിജയമാണ്. അത് എന്നെ അറിയാവുന്നവർക്കറിയാം. ദിനേശ് ഒരിടത്തും പരാജിതനായിട്ടില്ല. താങ്കളൊരു സമ്പൂർണ്ണ പരാജിതനാണ്. ഇവനാണ് ഞാൻ ഇവൻ്റെ സഹോദരി അല്ല കല്യാണം കഴിച്ചത്, സിന്ധുവിനെയല്ലേ. ഇവൻ ചെലവിന് തരും പോലെയാണ് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. സിനിമയാണ് താങ്കളുടെ തട്ടകം, അതിൽ താങ്കൾ 100% പരാജയപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് താങ്കൾ രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും കാര്യം പറയാൻ ഉളുപ്പില്ലേ എന്നാണ് എൻ്റെ ചോദിക്കുന്നത്. ഞാൻ എന്തിനു ഉളുപ്പ് കാണിക്കണം? ഞാൻ സിനിമയിൽ പരാജയമാണെന്ന് നിൻ്റെ ആര് പറഞ്ഞു? എടാ, അഭിമാനത്തോടെ പറയാം കഴുതേ, ഞാൻ MD വാസുദേവൻ നായർ സാറിൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രീനിവാസൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ജോൺ പോളിൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കലു ഡെന്നിസിൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ, രഘുനാഥ് പലേരിയാണ് എൻ്റെ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയത്. ഞാൻ പരാജിതനാണ്. എന്നിട്ട് താങ്കൾ രാഷ്ട്രീയക്കാരെയും ബിസിനസ്സുകാരെയും കാര്യം പറയുന്നു എന്നുള്ളതാണ് അവൻ പറയുന്നത്. ഞാൻ രാഷ്ട്രീയവും പറയില്ല, ഇതിൽ ബിസിനസ്സും പറയേണ്ട കാര്യമില്ല. സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരെക്കുറിച്ച്, സിനിമയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകാരെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഒരു അച്ചായനായതുകൊണ്ട് ഈ CJ റോയിയെ പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ല, അതാണ് പ്രശ്നം. അതും ഞാൻ വളരെ സഭ്യമായിട്ടല്ലേ സംസാരിച്ചത്. CJ റോയ് സിനിമാക്കാരനായിരുന്നു, ഒരുപാട് കാശ് സിനിമയെ കൊണ്ട് കളഞ്ഞ ഒരു മനുഷ്യനെക്കുറിച്ച് ആയതുകൊണ്ടാണ് ഞാൻ ആ ദാരുണമായ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ അവന് പിടിച്ചില്ല അത്. താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ സ്വന്തം ചാനലിൻ്റെ മെസ്സേജ് ഓണാക്കി വയ്ക്കുക, എന്നിട്ട് ചാനലിൽ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. ചാനലിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. നിൻ്റെ ചിലവില്ല, നിൻ്റെ തന്തയുടെ ചിലവിലാണ് ഞാൻ ജീവിക്കണേ. ഞാൻ ആരുടെയും ചിലവിലല്ലല്ലോ ജീവിക്കണേ. എന്തിനാ വെറുതെ വല്ല പരിചയമില്ലാത്ത ആളുകളെ കൊണ്ട് തന്തയ്ക്ക് പറയിക്കണേ? ചാനൽ ഞാനൊരു 100 വട്ടം അവന് വേണ്ടി പറയല്ല, ഈ പ്രോഗ്രാം കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്. ചാനലിലെ എന്താ പറയുക, മെസ്സേജ് ഇടാനുള്ള എനിക്കിതിൻ്റെ കുന്തും കുറച്ചക്കറൊന്നും അറിഞ്ഞുടന്നേ. മെസ്സേജ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനല്ല, സഖാവ് VS അച്യുതാനന്ദൻ്റെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ സഭ്യമല്ലാത്ത ഭാഷയിൽ ഒരുപാട് മോശം വർത്തമാനം പറയുകയും യൂട്യൂബിനെ തള്ളക്കി വിളിച്ചുകൊണ്ട് കുറേ മറുപടി ഇടുകയും ചെയ്തപ്പോൾ അത് ഇട്ടത് ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആരൊക്കെ ആയിരിക്കും. ഇവനൊക്കെ ആയിരിക്കും, ഈ വൃത്തിയിട്ടവനൊക്കെ ആയിരിക്കും ചെയ്തത്. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ജനുവരി 1 വരെ, അതായത് ഡിസംബർ 31 വരെ തൽക്കാലത്തേക്ക് ഈ മെസ്സേജ് ഇടുന്നത് അത് പൂട്ടുകയാണ്. ഒപ്പം രാത്രി നമ്മൾ രാവിലെ 6 മണിക്ക് പോയിക്കൊണ്ടിരുന്നത് രാത്രി 2 എപ്പിസോഡ്, അതായത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി 7:30 മണിക്കും ഞായറാഴ്ച രാത്രി 8 മണിക്കും തൽക്കാലത്തേക്ക് മാറ്റുകയാണ്. അതും ഡിസംബർ 31 വരെ എന്നാണ് അവർ നമുക്ക് മെസ്സേജ് തന്നത്. എന്നിട്ട് നമ്മളുടെ ചാനലിന് ഒരു അഡ്വൈസറെ വെച്ചു. ആ അഡ്വൈസറുമായിട്ട് വിശദമായി സംസാരിച്ചു. അങ്ങനെ രാവിലെ 6 മണിക്കുള്ളത് മാറ്റുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ അവർ യൂട്യൂബ് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാക്കില്ലെന്ന്, അമേരിക്ക ഇരുന്നുകൊണ്ടല്ലേ ചെയ്യണേ. അങ്ങനെ യൂട്യൂബാണ് ഇത് രണ്ടും ചെയ്തത്.
എന്നിട്ട് ഡിസംബർ 31 കഴിഞ്ഞിട്ട് അവരൊരു അനാലിസിസ് നടത്തിയിട്ട് പറയാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ നേരം വരെയും നമുക്ക് ഒരു മറുപടിയും തന്നില്ല. ഇവൻ പറഞ്ഞത് ഇവനെപ്പോലുള്ള അലവലാദികൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ താഴെ വന്ന് മോശം വർത്തമാനോ അല്ലെങ്കിൽ തെറിയോ എഴുതിയാൽ അതിന് ഞാൻ മറുപടി പറയാൻ, നിൻ്റെ ചിലവിൽ ജീവിക്കുന്ന വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാത് കേട്ടോ. എനിക്ക് നിന്നെ പോലുള്ള ചെറ്റുകൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല അവൻ പറയാണ്, അതാണ് ധൈര്യം ഉണ്ടെങ്കിൽ താങ്കൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യാനാണ് പറഞ്ഞത്. എടാ, എനിക്ക് ധൈര്യമുള്ളതുകൊണ്ടല്ലേ എൻ്റെ 2 ഫോൺ നമ്പരും എൻ്റെ യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ താഴെ പോകുന്ന 2 നമ്പരും എൻ്റെ ആണല്ലോ. ഞാൻ ധൈര്യശാലി അല്ല എങ്കിൽ ഇവനെപ്പോലുള്ള തന്തയ്ക്ക് പറക്കാത്തവന്മാർ എന്തെങ്കിലും ഇട്ടാൽ അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്താൽ മറുപടി പറയാൻ പറ്റാത്ത ആളാണോ ഞാൻ? ഇപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടതല്ലേ, എനിക്ക് ആ നമ്പർ വേണമെങ്കിൽ അങ്ങ് പിൻവലിച്ചൂടെ? ഇതൊന്നും ചെയ്യണ്ടല്ലോ, ആ നമ്പർ അങ്ങ് പിൻവലിച്ചാൽ മതിയല്ലോ. പക്ഷേ ഞാൻ ചെയ്യില്ല. കേരളത്തിൽ ഒരൊറ്റ ചാനലിലേ ഉള്ളൂ മറുപടി പറയാവുന്നത്. പ്രോഗ്രാം കണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിളിച്ച് പറയാനായിട്ടുള്ള എൻ്റെ 2 നമ്പരും. സിന്ധു എന്നോട് പറഞ്ഞതാണ്, 1 ഇട്, എന്തിനാണ് ഈ തലവേദന വരുത്താൻ 2 എടുത്തിട്ട്. ഞാൻ 2 എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റി? 1000കണക്കിന് എനിക്ക് സുഹൃത്തുക്കളുണ്ടെന്ന് ഞാൻ പറയും. ആരാധകരെന്ന് ഞാൻ പറയില്ല, നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ലോകത്തെവിടെയുമുള്ള സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരുമായി സംവദിക്കാറുണ്ട്. ഈ പിച്ചക്കാരൻ ചെറുക്കൻ അത് അറിയില്ലായിരിക്കും. ഇവൻ്റെ ഫോട്ടോയൊക്കെ അതിലുണ്ട് കേട്ടോ, വാട്സാപ്പിൽ. വേണമെങ്കിൽ ആ നമ്പരും ആ ഫോട്ടോയും എടുത്ത് വേണമെങ്കിൽ ഇതിലിടാം. പക്ഷേ അവൻ അതുകൊണ്ട് പ്രശസ്തനാവണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഇടാത്തത്. അതായത് ധൈര്യം ഉണ്ടെങ്കിൽ ഇടാൻ പറഞ്ഞിട്ട് അവൻ പറയണം. അല്ലാതെ ആര് മരിച്ചാലും എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്നല്ല പറയേണ്ടത്. ഞാൻ CJ ജോയ് റോയ് എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും മരിച്ചാൽ ഞാൻ അവരെ സുഹൃത്തുക്കളെന്ന് പറയും. അതെൻ്റെ അവകാശമല്ലേ. ഞാനല്ലാതെ വഴിയെ പോകണമെങ്കിൽ നീ ഈ മെസ്സേജ് എനിക്കിട്ടവൻ ചത്താൻ ഞാൻ പറയുമോ? പറയില്ലല്ലോ. സ്വന്തമായി വീട് വിറ്റ് ആണുങ്ങൾക്ക് വിറ്റ് തുലച്ച ശേഷം താങ്കൾ പറയുകയാണ് ഞാൻ ജീവിതത്തിൽ വിജയിച്ചു എന്ന്. എൻ്റെ വീട് വിറ്റേന്ന് ഇവനെന്ത് കാര്യം? ഇവൻ്റെ സഹോദരി അല്ലല്ലോ ഞാൻ കെട്ടിയത്. എൻ്റെ വീട്, ഞാൻ കഷ്ടപ്പെട്ട് വെച്ച വീട് ഒരു സീരിയലെടുത്ത് നഷ്ടം വന്നപ്പം കടക്കാരെ കൊണ്ട് നിവൃത്തിയില്ലാതായപ്പോൾ ഞാൻ അവരെ കടം വീട്ടാനല്ലേ ചെയ്തത്, അല്ലാതെ വ്യഭിചരിക്കാനോ ചീട്ട് കളിക്കാനോ അല്ലല്ലോ. എന്തെല്ലാം കയറി പറയുന്നു നോക്കിയാൽ, നമ്മൾ അല്പം സ്വാതന്ത്ര്യം കൊടുത്താൽ എന്തെല്ലാം കയറി പറയും നിങ്ങൾ ആലോചിച്ചു. കഷ്ടം. ഒരു മര്യാദയൊക്കെ വേണ്ട മോനെ ദിനേശ എന്നാണ് ചോദിക്കുന്നത്. അവൻ്റെ അച്ഛനെയും വിളിക്കുന്ന ദിനേശ മോനെ എന്നൊക്കെ ആയിരിക്കാം. തനിക്ക് ആണത്വമെന്നുണ്ടെങ്കിൽ പോയി തൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് ഓൺ ചെയ്യൂ എന്നാണ് അവൻ വീണ്ടും പറയുന്നത്. എനിക്ക് ആണത്വമുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ എൻ്റെ മകൻ അച്ചു. ഇവനോട് എന്ത് പറയാമെന്ന്. ഇവൻ എന്നെ ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അവനെ ഗർഭിണിയാക്കിയെന്നെ. ഇത് നമ്മളെ ചാനലിലായതുകൊണ്ട് കുറച്ച് മിതത്വം പാലിക്കുന്നു. അതും രാത്രി 12:06 ഉറക്കമില്ല കേട്ടോ പിച്ചക്കാരന്. രാത്രി 12:06 അവൻ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. CJ റോയ് ഒരു മലയാളിയാണ്, സിനിമാക്കാരനാണ്. രാജൻ പിള്ള, തഖ്യുദ്ദീൻ വാഹിദ്, അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രൻ, MA യൂസഫ് അലി ബായി മുതലായവരെ കുറിച്ച് ഞാൻ ആ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ട്. അവൻ അതൊന്നും ഒരു പ്രശ്നമല്ല. റോയിയെ പറ്റി പറഞ്ഞത് അവന് സഹിച്ചില്ല. ഒരു അച്ചായനിസം വന്നവന്. ഞാനൊരു തോൽവിയാണെന്ന് ഇവനാണോ തീരുമാനിക്കേണ്ടത്? ഞാനല്ലേ കണക്കാക്കാൻ? അല്ലെങ്കിൽ എൻ്റെ സിന്ധുവും അച്ചുമല്ലേ അത് അച്ഛ ഒരു തോൽവിയാണ് അല്ലെങ്കിൽ ചേട്ടാ അണ്ണ നീ ഒരു തോൽവിയാണെന്ന് പറയേണ്ടത്? ഞാൻ എവിടെയെങ്കിലും ജയിച്ചോ എന്നാണ് അവൻ ചോദിക്കുന്നത്. എടാ, ആദ്യമായി ഡയറക്റ്റ് ചെയ്ത വലയം എന്ന് പറഞ്ഞ സീരിയൽ ഏറിപ്പോകുമ്പോൾ മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത് വയലാർ മാധവൻകുട്ടി സംവിധാനം ചെയ്യുന്ന ജ്വാലയായി എന്ന് പറഞ്ഞ സീരിയൽ പോവുമായിരുന്നു. ആ ജ്വാലയായി റേറ്റിങ്ങിൽ 1ാമത് പോയിക്കൊണ്ടിരുന്ന ജ്വാലയായി 40ാമത്തെ എപ്പിസോഡായപ്പോൾ 1ാമത് പോയ സീരിയലായി വലയം. അത് സംവിധാനം ചെയ്തതാണ്ടാ ദിനേശ്. ആ സീരിയലിൻ്റെ ചുമതല കൊടുത്തിരുന്ന ആളോട് മമ്മൂക്ക പറഞ്ഞത്, നമ്മളിതിൽ നെടുമുടി വേണുവിന് കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ആ പിള്ളേർ ഒരു എപ്പിസോഡ് എടുക്കുന്നത്. കണ്ടാ കയറി പോണ കണ്ടാന്ന് അങ്ങേര് ചോദിച്ചു എന്ന് എൻ്റെ മമ്മൂക്ക പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിച്ചു. അവൻ ചോദിക്കുകയാണ് ഞാൻ എവിടെയെങ്കിലും ജയിച്ചു എന്ന്. പിന്നെ കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ നടത്തിയ ആദ്യത്തെ സിനിമ ലേഖന മത്സരത്തിൽ ആദ്യത്തെ സ്വർണ്ണ മെഡൽ വാങ്ങിയവനാണ്ടാ ഞാൻ. നിൻ്റെ ഇടയിൽ ഇത് പറഞ്ഞ് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പ്രേക്ഷകരോട് പറയുകയാണ് ഞാൻ. തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് പറയാവുന്ന, തിരക്കഥ എഴുതിയതിൽ 1ാമത്, കഥ എഴുതിയതിൽ 1ാമത്, സംവിധാനം ചെയ്തതിൽ 1ാമത്, അഭിനയിച്ചതിൽ 1ാമത്, നിർമ്മിച്ചതിൽ 1ാമത്, അങ്ങനെ എല്ലാത്തിലും 1ാമനായിരുന്ന ലാൽ എന്ന് പറഞ്ഞ വലിയ നടനെ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞവനാണ്ടാ ഞാൻ. ഒരു ഷോട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ലാലിനെ കാണുമ്പോൾ ചോദിച്ചു നോക്കൂ, ഒരു ഷോട്ടിൽ ദിനേശ് അങ്ങനെ അല്ല എടുക്കേണ്ടത് കേട്ടോ, ഇങ്ങനെ എടുക്കൂ എന്ന് എന്നോട് ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. മഴവിൽക്കാവടി അടക്കം, പൊന്മുട്ടിടുന്ന തട്ടാനടക്കം, സൂപ്പർ ഹിറ്റായ ദേവദൂതനടക്കം, 1 മുതൽ 0 അടക്കം, അല്ലെങ്കിൽ മൈഡിയർ കുട്ടിച്ചാത്തനടക്കം ഹിറ്റുകളുടെ തിരക്കഥ എഴുതിയ രഘുനാഥ് പലേരി എന്ന് പറഞ്ഞ വലിയ മനുഷ്യനാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. ഇതൊന്നും ഈ പിച്ചക്കാരൻ്റെ പറയേണ്ട എനിക്ക് ഒരു കാര്യമില്ലെങ്കിലും ഞാൻ പറയുകയാണ്.
മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഐ വി ശശിയും ശ്രീനിവാസനെയും അടക്കം കേരളോദി പത്രത്തിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ടുഡേ മലയാളം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നവരെ എൻ്റെ സിനിമാ പേജ് കൈകാര്യം ചെയ്തവനാണ് ഞാൻ. മര്യാദ വേണ്ടേ? ഇവൻ ചോദിക്കുകയാണ്, ഇവൻ ആരാ പറയാൻ? ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത്രയും പറയണമെന്ന് തോന്നി പറഞ്ഞു. മറ്റുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇത് വെളി പറയില്ല. തെറി വിളിച്ചത് രഹസ്യമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. പരസ്യമാക്കാനാണ് എനിക്കിഷ്ടം. കാരണം എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്, എൻ്റെ ജീവിതം ഒരു വിജയമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അന്തസ്സായി ജീവിക്കുന്നവനല്ലേ ഞാൻ. ഈ പിച്ചക്കാരൻ ഇവൻ ജീവിക്കുമ്പോൾ വെള്ളം അടിച്ച് രാത്രി 12 മണിക്ക് കണ്ടവന് മെസ്സേജ് വിട്ട് നടക്കുന്നവനല്ലല്ലോ ദിനേശ്. ഞാൻ ഇത്രയും തൽക്കാലം പറയുന്നുള്ളൂ. ഞാൻ ബർക്ക്ലസിലായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യമായിട്ട് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞ ഒരു ആക്സിഡന്റ് എടുത്തപ്പോൾ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അടങ്ങിയില്ല, എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു രാവിലെ എനിക്ക് കൊള്ളാൻ വയ്യാത്ത ആളാണ്. എന്നെ കൊണ്ട് വയ്യ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. ഇപ്പൊ ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ടേ, കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാത്ത നിൽക്കുന്നതാണ്, വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ള, അതുകൊണ്ട് പോയതാണ്. അത് എന്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് വിളിച്ചറിയിച്ചു. പിന്നെ രാത്രി വരാൻ ബുദ്ധിമുട്ടുള്ള അസുഖമാണ്, രാവിലെ വന്നാൽ പിന്നെ അത് തീർച്ചയായിട്ടും കൊടുക്കണം. അങ്ങനെ നിർത്താതെ പോകുന്നതല്ല, വണ്ടിയിൽ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ വേണ്ട ക്ലബിന് മുമ്പ് ഒന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റൂ. അത് നിങ്ങൾക്ക് CCTV കാണാം. നമസ്കാരം. സിനിമ വാരഫലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നാട്ടിൽ ആരും മന്ത്രവാദം നടത്തിയാലും കോഴിക്ക് കിടക്കപ്രതിയില്ല എന്ന് പറഞ്ഞ കണക്കാണ് സിനിമാക്കാരുടെ കാര്യം. എന്നാൽ ഇതറിയാവുന്ന സിനിമാക്കാർ അല്പം മാനം മര്യാദയും നിയമവും പാലിക്കണ്ടേ എന്ന് ചോദിച്ചാൽ പാലിക്കില്ല. നമുക്ക് 2 കൊമ്പുണ്ട് എന്നുള്ള രീതിയിലേ നടക്കൂ. എന്താണ് അതിൻ്റെ മാനദണ്ഡമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ എവിടെ നോക്കിയാലും ക്യാമറയും ഒളി ക്യാമറയും ഒക്കെ ഉള്ള കാലമാണ്. ഈ ബോധമെങ്കിലും സിനിമാക്കാർക്ക് വേണ്ടേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ എന്താ പറയുക, കുറച്ച് സ്വയം നിയന്ത്രിക്കുന്നത് നല്ലതാണെന്ന് പറയും എല്ലാ കാര്യത്തിലും. മാനം മര്യാദയ്ക്ക് മോളുമായി അഭിനയിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് നന്നായി ജീവിക്കുന്നു എന്ന ഇമേജുള്ള ഒരു നായികയായിരുന്ന നടി ഭർത്താവുമായി എന്തുകൊണ്ടോ തല്ലിപ്പിരിഞ്ഞു പോയതാണ്. ഒരു സീരിയലിൽ അഭിനയിക്കാൻ നടി അതിരാവിലെ സ്വന്തം കാറിൽ സ്വന്തം ഡ്രൈവറുമായി ലൊക്കേഷനിൽ വന്നു. ലൊക്കേഷനിൽ അല്പം മാറ്റി കാർ ഒതുക്കിയിട്ടിട്ട് അതിലിരുന്ന് ഡ്രൈവറും നടിയും കൂടെ സംസാരിക്കുകയാണ്. നടി ഇറങ്ങുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സെറ്റിൽ നിൽക്കുന്ന പിള്ളേരല്ലേ, എല്ലാം പിള്ളേർ ശ്രദ്ധിക്കും. കഷ്ടകാലത്തിന് അന്ന് ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഷൂട്ട് ചെയ്യാൻ പോകുന്ന വീടിൻ്റെ മുറ്റത്ത് വെച്ചായിരുന്നു. ക്യാമറ അസിസ്റ്റൻ്റ് ചുമ്മാ വ്യൂ ഫണ്ടറിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നായികയും ഡ്രൈവറുമായുള്ള മൂരി ശൃംഗാരമായിരുന്നു. അവനത്ര റെക്കോർഡ് ചെയ്തു, കാണേണ്ടവരെയൊക്കെ കാണിച്ചു കൊടുത്തു. സംഗതി പാട്ടായി. നടി ഇപ്പോൾ മലയാളം വിട്ട് തമിഴിലോ തെലുങ്കിലോ ആണ് അഭിനയം. സീരിയലിൽ അല്പം ശ്രദ്ധക്കുറവിൽ പറ്റിയതാണ്. നാറിപ്പോയി ശരിക്കും. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വളരെ മാന്യായ സ്ത്രീയായിരുന്നു. ഈ ഒരു ഇഷ്യൂയോടുകൂടി അവർ നാറിപ്പോയി. നമ്മുടെ ചുറ്റിനും ക്യാമറ കണ്ണുകളുണ്ട്, നമ്മളെ നോക്കാൻ എന്നുള്ളൊരു ബോധമില്ലാതെ പോകുന്നതിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അത്തരമൊരു ശ്രദ്ധക്കുറവ് മണിയമ്പിള്ള രാജുവിന് വരാൻ പാടില്ലായിരുന്നു. തലസ്ഥാനത്തെ വമ്പന്മാരുടെ വാസസ്ഥലമാണല്ലോ ട്രിവാൻഡ്രം ക്ലബ്ബ്. ഒരു നേരമാവുമ്പോൾ തലസ്ഥാനത്തെ മുന്തിയ കൊച്ചമ്മമാരും കൊച്ചണ്ണന്മാരും ഒക്കെ കൂടുന്ന ഇടമാണ്. വമ്പന്മാരുടെ മാത്രം, പാവങ്ങൾക്കും അവിടെ അഡ്മിഷൻ കിട്ടില്ലല്ലോ. 5 ലക്ഷം എന്തോ ആണ് അഡ്മിഷൻ ഫീസ് ചെയ്യാൻ. ആര് കൊടുക്കും? പാവപ്പെട്ടവർ. മദ്യപാനം, പരദൂഷണം, ചീട്ടുകളി, നല്ല ഭക്ഷണം എല്ലാം അംഗങ്ങൾക്ക് കിട്ടുന്ന ഇടമാണ് ഈ ക്ലബ്ബ്. രാഷ്ട്രീയക്കാരും സിനിമാക്കാരും മുതലാളിമാരും വക്കീലന്മാരും വലിയ പോലീസ് ഏമാന്മാരും ഒക്കെ സന്ധിക്ക് ഒത്തുചേരുന്ന സ്ഥലവുമാണ്. അതുകൊണ്ട് ആർക്കും എന്ത് തെമ്മാടത്തിലും കാണിക്കാം, സപ്പോർട്ട് കിട്ടും. കാരണം വലിയ വലിയ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്ന് വെള്ളം അടിക്കുന്ന സ്ഥലമാണ്. ക്യാൻസറിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട മണിയമ്പിള്ളയ്ക്ക് ഇപ്പോൾ ചിക്കൻ കുനിയ കൂടെ ഉണ്ടെന്ന് മണിയമ്പിള്ള തന്നെ പറയുന്നു. അതെന്ത് കുന്തം വേണമെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചോട്ട മുംബൈ എന്ന് പറഞ്ഞ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ചോട്ട മുംബൈ റിലീസായല്ലോ DTS. അല്ല, നമ്മുടെ 4K
അതിൽ പോലും ചുമ്മാ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 4-5 കോടി കിട്ടിയെന്ന് പറയും. മണിയമ്പിള്ള രാത്രി വൈകി തൻ്റെ ഓൾവോ കാറിൽ ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഓൾവോ കാറിൽ. 4 വരി പുതിയ പാതയാണ്, മാനവീയം വീതി പോലെ മനോഹരമായി ചെയ്തിട്ടിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റി ചെയ്ത മനോഹരമായ കൊതിപ്പിക്കുന്ന റോഡാണ്. പതിയെ റോഡിലേക്ക് ഇറങ്ങിയ കാറ് വലതുവശത്തേക്ക് തിരിയുമ്പോൾ അതിവേഗത്തിൽ വന്ന ഒരു വില കൂടിയ ബൈക്ക് കാറിൽ വന്നിടിക്കുന്നു. പിന്നാലെ വേറൊരു ബൈക്കും വന്നിടിക്കുന്നു. ഈ ബൈക്ക് ഓടിച്ചിരുന്നവന്മാർ എവിടേക്കോ പറന്നുപോയി. അത്ര വേഗതയിലാണ് ഓടിച്ചു വന്നത്. അപകടം ആർക്കും വരാം, മണിയമ്പിള്ളയ്ക്കും വന്നു. കാർ ഓടിച്ചിരുന്നത് ഞാനാണെന്ന് പിള്ള അടിച്ച് പറയുന്നു, അല്ല മറ്റൊരാളായിരുന്നുവെന്ന് കാണികൾ പറയുന്നു. അതൊരു പെണ്ണുമ്പിള്ളയായിരുന്നെന്നും ചിലർ പറയുന്നു, ചില ചാനലുകൾ പറയുന്നു. മണിയമ്പിള്ള പറഞ്ഞു പെണ്ണുമ്പിടക്ക് വഴിയൊന്നുമില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഞാനാണ് ഓടിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. എന്തായാലും അദ്ദേഹം വണ്ടി നിർത്താതെ മുങ്ങി. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മുങ്ങണ എന്തിനെന്നേ. അതും ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ഇറങ്ങി വരുന്നതാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് 50 പേര് ഇറങ്ങി വരാനുണ്ടല്ലോ. പക്ഷേ പുള്ളി കാറും എടുത്തുകൊണ്ട് മുങ്ങിക്കളഞ്ഞു. ഈ വീണവും ചത്തോ ഉണ്ടോ കൈയൊടിഞ്ഞോ കാലൊടിഞ്ഞോ തലപൊട്ടിയോ ഒന്നും പുള്ളി നോക്കിയില്ല, പുള്ളി അങ്ങ് പോയി. 2 ബൈക്കുകൾ എവിടുന്ന് വന്നു എവിടേക്ക് പോയി എന്നൊന്നും ഞാൻ കണ്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തിമിരമുള്ളത് കൊണ്ടാണോ, രാത്രി ഒന്നും കാണാൻ പറ്റാത്ത ആളാണെങ്കിൽ കാർ ഓടിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ ആകെ വരണ്ടു പോയി എന്നാണ് മണിയമ്പിള്ള പറഞ്ഞത്. ജീവിതത്തിൽ മണിയമ്പിള്ള വരലില്ല. മണിയമ്പിള്ള നല്ല സ്ട്രോങ് ആണ്. അദ്ദേഹം പറയുന്നത് ഞാൻ വരണ്ടു കേട്ടോ, ഈ 2 പിള്ളേർ എങ്ങോട്ട് പോയി എന്നറിയാതെ ഞാൻ കാർ നിർത്താതെ ഓടിച്ചു പോയി. അപകടം നടന്ന വിവരം ട്രിവാൻഡ്രം ക്ലബ്ബ് സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞു. അവർ ആംബുലൻസ് വരുത്തി ഇവരെ ആശുപത്രിയിലാക്കി. പോലീസിലും മണിയമ്പിള്ള തന്നെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെയാണ് മണിയമ്പിള്ള തന്നെ പരസ്യമായി ഇന്ന് രാവിലെയും ഒക്കെ പറഞ്ഞത്. 100% കള്ളമായിരുന്നു എന്ന് പോലീസ് പറയുന്നു. പോലീസിനെ വിളിച്ചിട്ടില്ല. പക്ഷേ മണിയമ്പിള്ള പറയുന്നു ഞാൻ പോലീസിലൊക്കെ വിളിച്ചറിയിച്ചു, അത് നമ്മൾ അറിയിക്കണ്ടേ, നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റില്ലെങ്കിലും എൻ്റെ കാറിൽ ഒന്ന് ഇടിച്ചതല്ലേ, 2 ചെറുപ്പക്കാർ ഇങ്ങോട്ട് പോയെന്ന് ഞാൻ കാണാത്തതല്ലേ, അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പോലീസിൽ വിളിച്ചു എന്ന് പറയുന്നു. പോലീസുകാർ പറയുന്നു അവിടെ വിളിച്ചിട്ടേ ഇല്ല. പുട്ടിന് പീരീഡും പോലെ ഇടയ്ക്കിടെ ഞാൻ ക്യാൻസർ രോഗിയാണ്, ഇപ്പം ചിക്കൻ കുനിയ കൂടെ ഉണ്ട്, പക്ഷേ പകരുന്നതല്ല, ചിക്കൻ കുനിയ എന്നൊക്കെ ഉള്ള തമാശ പോലെയൊക്കെ വച്ചടിക്കുന്നുണ്ട്. പക്ഷെ ആരും ചിരിക്കുന്നില്ല. തെറ്റ് നമ്മുടെ ഭാഗത്തായാലും അപകടത്തിൽപ്പെട്ടവരുടെ ഭാഗത്തു നിന്നായാലും പെട്ടെന്ന് അവരെ എടുത്ത് കാർ കയറ്റി ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ് സാമാന്യ മര്യാദ. പക്ഷെ മണിയമ്പിള്ള അത് കാണിച്ചില്ല. അപകടം നടന്നതോടെ മണിയമ്പിള്ളയുടെ ഫോൺ ഓഫായി. അതും അറിയാതെ സംഭവിച്ചെന്നായിരിക്കും പുള്ളി പറയണത്. പുള്ളി ഓഫ് ചെയ്തു ഫോണ്. പിറ്റേ ദിവസം ഇന്നലെ രാവിലെ ഓണായി. അതും ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് പ്രതിയാവട്ടെ വാദിയാവട്ടെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് രാത്രി സുഖമായി കിടന്നുറങ്ങിയിട്ട് രാവിലെ ഓണാവുന്നതും ശരിയല്ല. വീട്ടിൽ പോലീസ് എത്തുമ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ വീട്ടിലും ഇല്ല, മണിയമ്പിള്ളിയില്ല, ഭാര്യയില്ല, കാർ വഴിയിലൂടെ ഇട്ടിരുന്നു. മദ്യപാനിയായിരുന്നു ഞാൻ, ഇപ്പോഴില്ല എന്ന് പിള്ള പറയുന്നു. ഇന്നലെ കയ്യിൽ കിട്ടിയാൽ പോലീസുകാർ മദ്യപിച്ചോ എന്ന ടെസ്റ്റ് നടത്തുമെന്ന് ഭയന്നാണ് പിള്ള മുങ്ങിയതും ഫോൺ ഓഫാക്കിയത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാനാവില്ല മണിയമ്പിള്ളേ. ഇവിടെ ഒരു പത്രക്കാരനെ കാറിടിച്ച് കൊന്നിട്ട് കുറച്ച് നാളല്ലേ ഉള്ളൂ, 2-3 വർഷമല്ലേ ഉള്ളൂ. അത് കാർ ഓടിച്ചിരുന്ന ആരിച്ചിപ്പിരുന്ന ഒരു IAS കൂടെ ഒരു സ്റ്റെപ്പിനി പെണ്ണും മ്യൂസിയത്തിൻ്റെ ഇടയിട്ട് ഇടിച്ച് തെറിപ്പിച്ച് മ്യൂസിയത്തിൻ്റെ മതിലിൽ തേച്ച് നിർത്തി മരിച്ചു. മാധ്യമത്തിൻ്റെ എന്തോ പത്രക്കാരനായിരുന്നു. ഇതൊന്നും അന്വേഷിക്കാൻ ഇവിടുത്തെ പത്രക്കാരന് ബാധ്യതയില്ല. രാവിലെ മണിയമ്പിള്ള സ്റ്റേഷനിൽ ഹാജരായതറിഞ്ഞ് മണിയമ്പിള്ള രാജു അറസ്റ്റിലെന്ന് വാർത്ത കൊടുക്കാൻ പത്രക്കാർക്ക് ഒരു മടിയുമില്ല. ഈ അറസ്റ്റ് എന്നുള്ള വാർത്ത കൊടുക്കാനാണ് അവർക്ക് എപ്പോഴും ഇഷ്ടം. പോലീസ് സ്റ്റേഷനിൽ പിള്ള വന്നത് വക്കീലും ഒരു സംഘം തൻ്റെ ഉന്നത പിടിപാടുള്ള സുഹൃത്തുക്കളുമായിട്ടായിരുന്നു. ആ സുഹൃത്തുക്കളൊക്കെ എനിക്കറിയാം. എല്ലാം വമ്പന്മാരാണ്, പണച്ചാക്കുകളാണ്. അവരുമായിട്ടാണ് ഈ ടൂറ് പോകും പോലെ ഇദ്ദേഹം വന്നത്, മണിയമ്പിള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. ആക്സിഡൻറ്റിൽപ്പെട്ട 2 പിള്ളേരും ഇതുപോലെ പിടിപാടുള്ളവരല്ലെങ്കിൽ കേസ് തീർച്ചയായും പൊളിഞ്ഞു പോവും. മണിയമ്പിള്ള നിരപരാധിയാവും. ഫോൺ ഓഫ് ചെയ്തതോ കാർ ഒളിപ്പിച്ചതോ വീട് പൂട്ടിയിട്ടതോ ഒന്നും ഒരു പ്രശ്നമാവില്ല. അതുകൊണ്ട് ആക്സിഡൻ്റായി കിടക്കുന്ന പിള്ളേർ ജാഗ്രത എന്ന് ഞാൻ പറയും. എൻ്റെ നല്ല അടുപ്പക്കാരനാണ് മണിയമ്പിള്ള രാജു.
എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണെന്നേ, ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. രാജുചേട്ടൻ എവിടെ വെച്ച് കണ്ടാലും നിങ്ങളിപ്പോൾ എന്ത് പാട്ട് അയക്കാത്തേ എന്നൊക്കെ ചോദിക്കും. ഞാൻ അയക്കുന്ന പാട്ട് ആസ്വദിച്ച് കേൾക്കുന്ന ആളാണ്. എവിടെ വെച്ച് കണ്ടാലും ഒരുപാട് നേരം സംസാരിക്കും. പക്ഷേ തെറ്റിനെ തെറ്റെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ നല്ല അടുപ്പക്കാരനാണെങ്കിലും ഞാൻ അദ്ദേഹം ചെയ്ത രീതി ശരിയല്ല എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും എനിക്ക് ബഹുമാനവും ഉള്ള ആളാണ്. റേഷൻ കടയിൽ ചെന്ന് റേഷൻ വാങ്ങിച്ച് എന്ത് റേഷൻ എഴുതി നിന്നാൽ പോകില്ലെന്ന് ചോദിച്ച മനുഷ്യനാണ്. എനിക്ക് അന്നൊക്കെ അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനം തോന്നി. കേട്ടതും അറിഞ്ഞതും പറയാതെ വയ്യ പിള്ളേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ബൈക്കുകാരുടെ തെറ്റായിരിക്കാം, പക്ഷേ നിങ്ങൾ രാത്രി എടുത്ത നിലപാടിനെ എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ മകൻ്റെയൊക്കെ പ്രായം വരുള്ളവർക്ക്, നിങ്ങളുടെ രണ്ട് ആൺമക്കളുടെ പ്രായം വരും. ചത്തോ ഉണ്ടോ എന്നെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകണമായിരുന്നു. അതിന് വരെ ഞാൻ പേടിച്ചു പോയി. അതുകൊണ്ട് ഫോണും ഓഫ് ചെയ്ത് കാറും കൊണ്ടൊന്ന് റോഡിൽ ഒതുക്കിയിട്ട് പൂട്ടി, വീടും പൂട്ടിയിട്ട് ഞാൻ മുങ്ങിക്കളഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ കൂടെ പാർട്ണറൊക്കെ ആയിരുന്ന ആൾക്കാരെയൊക്കെ കൊണ്ട് ബലാബലം നോക്കാൻ പോലെ വരുന്നുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഇരുന്നുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വിളിച്ച് പറയിക്കും, പോലീസ് സ്റ്റേഷനിൽ SIയോടോ CAയോടോ. അത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ, നമ്മുടെ ഒരാളാണ് മണിയമ്പിള്ള രാജു, അയാളുടെ പേരിൽ കേസൊന്നും എടുക്കണ്ട, ആ പിള്ളേർ അനുഭവിക്കട്ടെ എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷേ അതൊന്നും നല്ലതല്ല എന്നാണ് എൻ്റെ പക്ഷം. അടുത്ത കഥ എന്നെ വില്ലനായിട്ട് കാണുന്ന ഷവ്വി തിലകരെ കുറിച്ചാണ്. പശുവും ചത്തു മോറിലെ പുളിയും തീർന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൻ്റെയും ക്ഷണക്കത്ത് എനിക്ക് കമൽ ചെയർമാനായതിന് ശേഷം, അല്ലെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം എനിക്ക് അയക്കുകയില്ല. കാരണം കമൽ നമ്മളെ വർഗശത്രുവാണല്ലോ. സെക്രട്ടറി പോസ്റ്റിലിരുന്ന മഹേഷ് പഞ്ചു മാറി അജയ് ചന്ദ്രൻ സാറ് വന്നപ്പോഴും മാറ്റമില്ല, അതിന് അയക്കില്ല. ഡെപ്യൂട്ടേഷനിൽ അജയ് സാർ വന്നിട്ട് 7 വർഷമായി. ഈ മന്ത്രിസഭയുടെ കാലാവധി തീരും വരെ അദ്ദേഹം തുടരും. LDF തന്നെ വീണ്ടും വരികയാണെങ്കിൽ ആര് സിനിമാ മന്ത്രിയായാലും അജോയും സംഘവും തുടരും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ പിടിക്കാനുള്ള കഴിവുണ്ട്, സോപ്പിട്ട് നിൽക്കാനുള്ള കഴിവുണ്ട്. PSCയെയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് 8-10 വർഷമായി ഡെയിലി വേജസിലും പിന്നെ പിൻവാതിൽ നിയമനത്തിലൂടെയും സ്ഥിരപ്പെടുത്തിയവരും ചേർന്ന് ഏത് കൊടി കെട്ടിയവൻ ചെയർമാനായാലും അക്കാഡമി ഹൈജാക്ക് ചെയ്ത് ഈ ദിവസവേതനക്കാർ ഭരിക്കുന്നു അക്കാഡമിയെ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഡെപ്യൂട്ടേഷൻകാരാണ് ഇപ്പോൾ അക്കാഡമി ഭരിക്കുന്നത്. അപ്പോൾ സിനിമാ മന്ത്രി കാണിക്കുന്ന വങ്കത്തരങ്ങളെപ്പറ്റിയും അക്കാഡമിയിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങളെപ്പറ്റിയും മോഷണത്തെപ്പറ്റിയും വിമർശിച്ചാൽ ആര് ക്ഷണിക്കും എന്നെ എന്ന് എനിക്ക് തന്നെ അറിയാം. ആരും ക്ഷണിക്കില്ല. ക്ഷണിച്ചില്ലെങ്കിൽ പുല്ലേ മാത്രമെന്നാണ് ഞാൻ കരുതാറ്. ഫിലിം ഫെസ്റ്റിവലിന് ക്ഷണിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ചലച്ചിത്ര അവാർഡ് കൊടുക്കുന്നതിന് ക്ഷണിച്ചില്ലെങ്കിൽ പുല്ലേ മാത്രം എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതൊക്കെ അവർക്ക് പറ്റിയ കുറേ കൈകളുണ്ട് ഇവിടെ. അവരെ വിളിച്ച് ക്ഷണക്കത്ത് കൊടുത്ത് അങ്ങനെ ആഘോഷിച്ച് ആ ഫുട്പാത്തിലൂടെ ഇറക്കി കൊണ്ടുവന്ന് സീറ്റിൽ കൊണ്ടിരുത്തണോളം കാണാൻ പഞ്ചപുച്ഛം അടക്കി. അങ്ങനെയുള്ള കുറേ അമ്മച്ചിമാരെയും കുറേ അണ്ണന്മാരെയും മാത്രം മതി അവർക്ക്, സിനിമാക്കാരെ വേണ്ട എന്നായിരിക്കും. ഒരിക്കൽ കൂടി ഭരണത്തിൽ വന്നാൽ ദയവായി സിനിമാ മന്ത്രിയെങ്കിലും സിനിമാ വകുപ്പെങ്കിലും ഗണേശന് നൽകിയാൽ സിനിമയും സിനിമാക്കാരും രക്ഷപ്പെടും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ഫെസ്റ്റിവൽ ഓഫീസ് സമുച്ചയം വരികയും ചെയ്യും ഗണേശൻ വന്നാൽ. ഈ അക്കാഡമിയിലും ക്ഷേമനിധിയിലും KSFDCയിലും ഒക്കെ അഴിഞ്ഞാടുന്ന അഴിഞ്ഞാട്ടങ്ങളൊക്കെ ഗണേശൻ വന്നാൽ നിൽക്കുകയും ചെയ്യും. നിലയ്ക്ക് നിർത്താൻ അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ടാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഗണേശന് കൊടുക്കാൻ വഴിയില്ല. അയാൾ സിനിമയ്ക്കായി വല്ലതുമൊക്കെ ചെയ്തു കളയും, അതുകൊണ്ട് കൊടുക്കില്ല. അങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ ട്രാൻസ്പോർട്ടും പിന്നെ ഏതെങ്കിലുമൊക്കെ കോപ്പുകൾ ചെയ്താൽ മതി എന്ന് പറയും. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് നമ്മുടെ ഷമ്മി തിലകനാണ്. ഷമ്മിയുടെ ഗുഡ് ബുക്കിൽ ഞാനില്ല എങ്കിലും ഷമ്മി പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. തിരുവനന്തപുരത്ത് കിടക്കുന്ന എനിക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൻ്റെ ക്ഷണക്കത്ത് അയച്ചില്ലെങ്കിലും കൊല്ലത്ത് താമസിക്കുന്ന ഷമ്മിക്ക് അക്കാഡമി ക്ഷണക്കത്ത് അയച്ചു കൊടുത്തു. ഒരു ചെറിയ പ്രശ്നം, ജനുവരി 25 ഞായറാഴ്ചയായിരുന്നു തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാനവും ശാരദാമ്മയ്ക്ക് JC ഡാനിയൽ പുരസ്കാര സമർപ്പണവും നടന്നത്. എന്തുകൊണ്ടോ ഇത്തവണ അക്കാഡമിക്കാർക്ക് തോന്നി ഷമ്മിയെ ഈ സമർപ്പണ ചടങ്ങിന് ക്ഷണിക്കണം. കൊറിയറിൽ തന്നെ ക്ഷണക്കത്ത് അയച്ചു കൊടുത്തു. കഴക്കൂട്ടം
ഓഫീസിൽ ക്ഷണക്കത്ത് കവറിലാക്കി ഒട്ടിച്ച് കൊറിയറുകാരൻ വന്നെടുത്ത് അയച്ച് സാധനം കൊല്ലത്ത് എത്തിയപ്പോൾ ജനുവരി 29 വൈകുന്നേരം 5:30 മണിയായിപ്പോയി. അവാർഡ് വാങ്ങിയവരും കൊടുത്തവരും ഒക്കെ 3 ദിവസം മുമ്പേ വീടെത്തി. അത് കഴിഞ്ഞാണ് ഷമ്മിക്ക് ക്ഷണക്കത്ത് കിട്ടിയത്. ചടങ്ങ് കഴിഞ്ഞ് പിറ്റേന്ന് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൊറിയർ അയച്ചു എന്നാണ് ഷമ്മിയുടെ പക്ഷം. അടുത്ത വർഷത്തെ ക്ഷണക്കത്ത് കൂടി അയക്കാമായിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് ഷമ്മിയുടെ പ്രതികരണം. എങ്കിൽ കൃത്യസമയത്ത് അടുത്ത വർഷത്തേനെങ്കിലും എനിക്ക് വരാൻ പറ്റുമായിരുന്നു, നേരത്തെ അയച്ചിരുന്നെങ്കിൽ എന്നാണ് ഷമ്മി പറയുന്നത്. അവാർഡൊന്നും ഇല്ലാത്ത തന്നെ ഒരു അറിയിപ്പെങ്കിലും വൈകിയാണെങ്കിലും തന്നില്ലേ, ഇത്രയ്ക്ക് തിളയ്ക്കണ്ട എന്നാണ് ഒരു മഹാൻ ഫേസ്ബുക്കിൽ ഷമ്മി കുറിച്ചതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്. നിനക്ക് അവാർഡൊന്നും ഇല്ലല്ലോ, അവാർഡ് ദാനം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് നിനക്ക് കിട്ടിയാൽ എന്താ കുഴപ്പം? 25-ാം തീയതി അവാർഡ് ദാനം നടന്നു, 29-ാം തീയതി നിനക്ക് കിട്ടി, നീ കൂടുതൽ തിളയ്ക്കല്ലേ, അതുപോലെ എന്നാണ് ഒരുത്തൻ ചോദിക്കുന്നത്. എന്ത് പറയാം. രസകരമാണ് അടുത്ത കഥ. ജഗദീഷ് കുമാറിന് ഇത്രയും വ്യത്യസ്തമായ റോളുകൾ മനോഹരമായി ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ട് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ 2 ഉത്തരങ്ങൾ ഞാൻ പറയും. ഒന്ന്, അഭിനയത്തിൻ്റെ അസാമാന്യമായ അഭിനയ പാടവം. എത്ര കത്തി സിനിമയായാലും ജഗതിക്ക് കൊടുക്കുന്ന വേഷം അദ്ദേഹം മോശമാക്കിയിട്ടേയില്ല. അടൂരിൻ്റെയും KG ജോർജിൻ്റെയും ലെനിൻ രാജേന്ദ്രൻ്റെയും ഒക്കെ സിനിമ ചെയ്യുന്ന അതേ പാടവത്തോടെ തന്നെ അദ്ദേഹം കല്ലേൻ കൃഷ്ണദാസിൻ്റെയും KS ഗോപാലകൃഷ്ണൻ്റെയും സിനിമകളോട് കാണിക്കുന്ന ശ്രദ്ധ ഞാൻ പലപ്പോഴും കണ്ടു നിന്നിട്ടുണ്ട്. അടൂരിൻ്റെ സിനിമ ചെയ്യുമ്പോൾ അടൂരിന് കൊമ്പുണ്ടെന്ന് പറഞ്ഞ് കൃത്യതയോടെ അഭിനയിക്കുകയും കല്ലേൻ കൃഷ്ണദാസിന് അവനിത് മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അഭിനയിക്കുകയില്ല. അഭിനയത്തിൽ വെള്ളം ചേർക്കുന്ന പരിപാടി ഒരിക്കലും അമ്പിളിച്ചേട്ടൻ ചെയ്തിട്ടില്ല. ലെനിൻ രാജേന്ദ്രൻ്റെയും ഹരികുമാറിൻ്റെയും ഒക്കെ സഹസംവിധായകനായിരുന്ന അനിയൻ കാവടിയാട്ടം എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി. ഞാനായിരുന്നു അസോസിയേറ്റ്. സെറ്റിലെത്തിയ അമ്പിളിച്ചേട്ടൻ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് സംവിധായകൻ്റെ മുന്നിലെത്തി. അനിയ, ഏത് ഫ്ലേവറാ അനിയൻ്റെ ആദ്യത്തെ സിനിമ എന്നായിരുന്നു ചോദ്യം. ഖാൻ കേലിയാണോ ഖാനക്കേലിയാണോ എന്നാണ് അടുത്ത് ചോദിച്ചത്. അനിയൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞില്ല. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ അയക്കാനുള്ളതാണോ, ആഹാരം കഴിക്കാനുള്ള വക ഉണ്ടാക്കാൻ പാകത്തിലുള്ള സിനിമയാണോ ഇത് എന്നാണ് അമ്പിളിച്ചേട്ടൻ ചോദിച്ച ചോദ്യം. ഖാൻ കേലിയെ ഖാനക്കേലിയെ എന്ന് ചോദിച്ചത്. ആദ്യം ഖാനക്കേലിക്കുള്ള വക കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് പടങ്ങൾ ചെയ്യണം. കാശൊക്കെ സമ്പാദിച്ച് കഴിയുമ്പോൾ ക്യാൻ കേലിയെ ചെയ്യാം, എന്താ പോരെ എന്നും അമ്പിളിച്ചേട്ടൻ ചോദിച്ചു. അതായത് നല്ല വിജയമാകുന്ന 100ഉം 150 ദിവസം ഓടുന്ന പടങ്ങളെടുത്ത് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച ശേഷം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ആർക്കും മനസ്സിലാവാത്ത ബുജി സിനിമ എടുത്ത് അയച്ചാൽ മതി എന്നാണ് അമ്പിളിച്ചേട്ടൻ പറഞ്ഞത്. കാവടിയാട്ടത്തിലെ തരികിടയായ വേലപ്പൻ എന്ന വേലവയ്പ്പനായി ജഗതി കാട്ടിക്കൂട്ടിയതൊക്കെ നിങ്ങളൊക്കെ സ്ക്രീനിൽ കണ്ടതല്ലേ, ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുപോലെ കഥാപാത്രത്തെ എങ്ങനെ അഭിനയിക്കണം എന്ന് അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അനിയ ചളമാണോ ചച്ചളമാണോ എന്നാണ് ജഗതിച്ചേട്ടൻ തിരക്കാറ്. സംവിധായകൻ ചളം മതി എന്ന് പറഞ്ഞാൽ ഒരു ടോൺ, ചച്ചളം വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്യാമറയുടെ മുന്നിൽ പൂന്തി വിളയാടും. അങ്ങനെയാണ് ചില സിനിമകളിൽ ഓവറായിട്ട് അമ്പിളിച്ചേട്ടൻ അഭിനയിക്കുന്നത്. ചളം വേണോ ചച്ചളം വേണോ എന്ന് ചോദിക്കും. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് നമ്മുടെ മോഹൻലാലും തരുൺ മൂർത്തിക്കും വീണ്ടും ഒന്നിക്കാനായി. L-366 മോഹൻലാൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ വരുന്നു, ഒരു എസ്ഐയുടെ വേഷത്തിൽ. അപ്പോൾ സ്വാഭാവികമായും കുറേ കാലമായി മോഹൻലാൽ വച്ചിരിക്കുന്ന താടി മാറ്റണം, ഇല്ലേ? നമുക്ക് താടി കണ്ട് മോഹൻലാലായതുകൊണ്ടല്ലേ നമുക്ക് മടുക്കാത്ത. ഒടിയൻ സിനിമയ്ക്കായി എന്തോ കുന്ത്രാണ്ടം കുത്തിവെച്ചു എന്നാണ് മോഹൻലാലിൻ്റെ അനിയൻ എന്ന് അവകാശപ്പെടുന്ന ഒരു വേന്ദ്രൻ ആർജി ഫിറ്റായി നിന്ന് ആധികാരികമായി പറയുന്നത്. എന്തായാലും ഒടിയന് ശേഷം ചെയ്ത സിനിമകളിലൊക്കെ താടി വെച്ച മോഹൻലാലായിരുന്നു. താടി മോഹൻലാലിന് ദോഷം ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് കോടികൾ വാരിക്കൂട്ടിയ തുടരും വരുന്നത്. തരുൺ മൂർത്തിയുടെ L-366 ചെയ്യാനായി താടി എടുത്തപ്പോഴാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മോഹൻലാൽ പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടില്ല എന്ന് സത്യത്തിൽ ഞാൻ ഓർത്തത്. അയ്യോ, 6-7 വർഷമായിട്ട് ഇദ്ദേഹം പോലീസ് വേഷം ചെയ്തിട്ടില്ലല്ലോ എന്ന് അപ്പോഴാണ് തോന്നിയത്. അതുവരെ എനിക്ക് തോന്നിയില്ല. എത്ര പോലീസ് വേഷങ്ങൾ ചെയ്ത നടനാണ് മോഹൻലാൽ. L-366 പുതിയൊരു അനുഭവമാകാം അതുകൊണ്ട്. മാത്രമല്ല ഈ സിനിമയുടെ വ്യത്യസ്തത എന്താ പറയുക, സത്യനന്ദിക്കാരൻ്റെ സെറ്റിൽ പോലും മോഹൻലാലിനെ കാത്തിരുത്തിയ
മീര ജാസ്മിനാണ് L366 നായിക. അതും ഒരു പുതുമ സമ്മാനിക്കാം. ആകെ മൊത്തം ടോട്ടൽ തരുൺ മൂർത്തിയുടെ ഈ പടവും വലിയ വിജയമാകുമെന്ന് മനസ്സ് പറയുന്നു. വലിയ വിജയമാകട്ടെ. മക്കൾ നീതിമയ്യം എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി കമൽഹാസൻ തമിഴകത്ത് ഇറങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷ തോന്നി. കുറേ വർഷങ്ങളായി കരുണാനിധിയും MGR ജയലളിതയും കൂടി രാഷ്ട്രീയ നാടകം കളിക്കുന്ന തമിഴകം. കരുണാനിധിയും MGRും ജയലളിതയും പോയപ്പോൾ സ്റ്റാലിൻ്റെ കൈപ്പിടിയിലായ തമിഴകം തൻ്റെ അനാരോഗ്യം അസുഖങ്ങൾ വീഴ്ത്തിയാൽ അടുത്ത വാരിസ് എന്നാണ് അടുത്ത അവകാശി ആയ ഒരാളെ പാർട്ടിയിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാതെ മോനെ എഴുന്നള്ളിക്കാനായി ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയ സ്റ്റാലിൻ. മറുവശത്ത് പലതായി പിരിഞ്ഞുപോയ ADMK ഒരു IPSകാരനെ കളത്തിലിറക്കി തമിഴകം പിടിച്ചെടുക്കാം എന്ന് മോഹിച്ച കേന്ദ്ര പാർട്ടി കൊരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല കൊടുത്ത അവസ്ഥയിൽ IPSകാരൻ കുട്ടിച്ചോറാക്കി തന്നെ ഏൽപ്പിച്ച പാർട്ടിയെ. അവിടേക്ക് ആദ്യം രജനീകാന്തും പിന്നാലെ കമൽഹാസനും വന്നു. രജനീകാന്ത് ഒരിക്കലും നല്ല മുഖ്യമന്ത്രിയാകാൻ ഇടയില്ല. സ്ഥിരതയില്ലാത്ത തീരുമാനമെടുക്കുന്ന ഒരാൾ അധികാരസ്ഥാനത്ത് വന്നാൽ ശോഭിക്കില്ല എന്ന് ഇനി പറയണോ? ഒരു നാൾ രജനി തന്നെ തൻ്റെ പാർട്ടിയെ പൂട്ടിട്ടു. അപ്പോഴാണ് മക്കൾ നീതിമയ്യവുമായി കമൽഹാസൻ്റെ വരവ്. ഒരു ചെറു ചലനം സൃഷ്ടിക്കാൻ പോലും ആയില്ല കമലിന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാന്യമല്ലാതെ കമൽ തന്നെ തോറ്റു കാണിച്ചു. പിന്നാലെ വിജയ് വരുന്നു എന്ന തിരിച്ചറിവ് ബുദ്ധിമാനായ കമലിനുണ്ടായി. അദ്ദേഹം സ്റ്റാലിൻ്റെ DMKയുടെ സഖ്യകക്ഷിയായി മാറി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പിന്തുണ തന്നാൽ രാജ്യസഭാ സീറ്റ് കമൽഹാസന് നൽകാമെന്ന് സ്റ്റാലിൻ്റെ നിർദ്ദേശം ബുദ്ധിമാനായ കമൽ സമ്മതിച്ചു. സ്റ്റാലിൻ ഒഴിവന്ന രാജ്യസഭാ സീറ്റ് കമലിന് നൽകി. കമൽ എഴുതി വായിച്ച തൻ്റെ കന്നി പ്രസംഗത്തിൽ ആ പ്രസംഗത്തിൽ തന്നെ രാജ്യസഭ ശരിക്കും അതിശയപ്പെട്ടു. രാജ്യസഭാ അധ്യക്ഷൻ്റെ മുഖത്ത് ആ അതിശയം കാണാമായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഇപ്പം ജോൺ ബ്രിട്ടാസ് അവിടെ ഉണ്ട് രാജ്യസഭയിൽ. വേറെ പോയിരിക്കുന്നവന്മാരൊന്നും വാ തുറക്കില്ല. കമൽഹാസനും കൂടി ചേർന്ന് രാജ്യസഭയിൽ ഒരു 3-4 വർഷം തരംഗം സൃഷ്ടിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇന്നലെ മെനിങ്ങാന്നോ ജോൺ ബ്രിട്ടാസ് എയിംസ് ആലപ്പുഴയിൽ തന്നെ വരും എന്ന് പറഞ്ഞ് കേട്ടോടാ മറ്റേ മോനെ എന്നൊക്കെ വിളിച്ച നമുക്കൊരു മന്ത്രി ഉണ്ടല്ലോ, അയാൾക്ക് എയിംസ് കൊടുക്കാത്തതിന് അയാളെ നോവിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഇതിലപ്പുറം കുത്താനുണ്ടോ എന്ന് ആലോചിക്ക് നമ്മുടെ ബ്രിട്ടാസ് സംസാരിക്കുന്നുണ്ട് രാജ്യസഭയിൽ എന്തായാലും ഉറക്കം തൂങ്ങികളല്ലാതെ ഒരു ജോൺ ബ്രിട്ടാസും ഒരു കമൽഹാസനെങ്കിലും ഉണ്ടല്ലോ. നമ്മുടെ സ്റ്റോറിയിൽ ഒരിക്കലും ജയറാമിനെ കുറിച്ചൊരു സ്റ്റോറി ഞാൻ ചെയ്തിട്ടില്ല. അത് എന്നോട് കാണിച്ച വ്യക്തിത്വമില്ലായ്മ കൊണ്ടാണ് ഞാൻ അയാളങ്ങ് ചുവന്ന വഴി വരച്ചങ്ങ് വിട്ടു. പോട്ടെ, നമ്മൾ ഇനി അയാളെ കുത്തിയൊന്നും വേണ്ട എന്ന് വിചാരിച്ചങ്ങ് വിട്ടു. ദ്വാരപാലക ശില്പങ്ങൾ അടിച്ചു മാറ്റിയ കഥ പുറത്തു വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, അവനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വിളിക്കാൻ പോലും ആ കള്ളനെ വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ലോക ഫ്രോഡ് ദ്വാരകാ ശില്പങ്ങൾ സ്വർണ്ണം പൂശാൻ എന്ന് പറഞ്ഞ് കോടമ്പക്കം വഴി എവിടെയൊക്കെ കൊണ്ടുപോയല്ലോ. അതിലൊരു സ്ഥലം നമ്മുടെ നടൻ ജയറാമിൻ്റെ വീട്ടിലായിരുന്നു. ശ്രീ അയ്യപ്പന് കാവൽ നിൽക്കുന്ന ദ്വാരകാ പാലകന്മാർ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ജയറാം 25 കോടി ബമ്പർ അടിച്ചതിനേക്കാൾ തുള്ളിച്ചാടി ആരോടൊക്കെയോ വീട്ടിൽ വിളിച്ചു വരുത്തി. എൻ്റെ വീട്ടിൽ ശബരിമല അയ്യപ്പൻ്റെ ദ്വാരപാലകന്മാർ വന്നിരിക്കുന്നത്, എൻ്റെ കക്കൂസിലെന്ന് പറയാത്തത് നന്നായി. കൊണ്ടാടി ശരിക്കും വീരമണി മറ്റവർ മറിച്ചവർ എല്ലാവരും വിളിച്ചു വരുത്തി. ഇതാണ് ഞാൻ മനസ്സിലായ ശബരിമലയിലിരിക്കുന്ന അയ്യപ്പനെ, കുത്തിയിരിക്കുന്ന അയ്യപ്പനെ വേണമെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവരും. ഒരു കുഞ്ഞറിയാതെ അമ്പലമുറ്റത്ത് മൂത്രം ഒഴിച്ചാൽ പുണ്യാഹം നടത്തുന്ന നാടാണ്. കാനനവാസൻ്റെ കാവൽക്കാരെ കോടമ്പക്കത്ത് കൊണ്ടു നടന്ന് വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് ദോഷമാണെന്നോ പാവമാണെന്നോ പൂണൂൽ വാസിയായിട്ടും ജയറാമിന് തോന്നിയില്ലത്രേ. ചുമ്മാതല്ല ഞങ്ങളുടെ നാട്ടിൽ ശ്രീ പത്മനാഭസ്വാമി കിടന്നു കളഞ്ഞത്. ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അടിച്ചുകൊണ്ട് പൊക്കളെന്ന് ആയിരിക്കണം അദ്ദേഹം കയറി കിടന്നത്. കോമൺ സെൻസുള്ള ഒരു ഭക്തനാണെങ്കിൽ ആ ഫ്രോഡ് ഉണ്ണികൃഷ്ണനോട് ചോദിക്കും, ശബരിമലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ദ്വാരകാ പാലകന്മാരെ കാശുള്ള സിനിമാക്കാരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് ന്യായമാ
എന്ന് ചോദിക്കേണ്ടതാണ് യഥാർത്ഥ ഭക്തനാണെങ്കിൽ. ജയറാം അങ്ങനെയല്ല കണ്ടത്. പേരും പ്രശസ്തിയുമുള്ള പണമുള്ള തൻ്റെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ വേണമെങ്കിൽ കുത്തിയിരിക്കുന്ന അയ്യപ്പസ്വാമിയെ കൊണ്ടുവരും എന്നായിരിക്കും. എന്തായാലും ഈ കേസിൻ്റെ തുടക്കകാലത്തെ പോക്കും പറച്ചിലും ഒക്കെ കണ്ടപ്പോൾ പോറ്റിക്ക് പിന്നാലെ ജയറാം ഭട്ടരും ചട്ടിയിലാകും എന്നാണ് തോന്നിയത്. ജയറാം ഇതാ ഊരിയിരിക്കുന്നു ഈ കേസിൽ നിന്ന്. കണക്ട് ചെയ്യാനായി ഒരു പിഴവും കണ്ടെത്താനായില്ലത്രേ SITക്ക്. ഉണ്ണികൃഷ്ണൻ ഫോർഡിന് പോലും ജാമ്യം അനുവദിച്ച കേസിൽ ആരെ എങ്ങനെ പിടിക്കും എന്നൊരു പിടിയുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നാണല്ലോ പറയാറ്. എന്തിനും ഏതിനും ചുരുങ്ങിയത് രണ്ട് പക്ഷക്കാരെങ്കിലും ഉണ്ടാവും. ഏത് കാര്യം എടുത്താലും ഉണ്ടാവും. മണിയമ്പിള്ള രാജു കാറ് നിർത്താതെ പോയത് തെറ്റെന്ന് പറയുന്നവരും ഉണ്ടാവും. സ്പീഡിൽ ഓടിച്ചു വന്ന അവന്മാർ ബൈക്ക് കൊണ്ടുവന്ന് മണിയമ്പിള്ളരെ കാറിലിടിച്ചതിന് മണിയമ്പിള്ള എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരുണ്ടാവും. എല്ലാത്തിനും രണ്ട് പക്ഷം ഉണ്ടാവും. ശബരിമല കൊള്ളയിൽ തന്ത്രി രാജീവർക്ക് നിർണായകമായ പങ്കുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുകയും തന്ത്രിയെ പിടിച്ച് അകത്തിടുകയും തുടരെ കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്നു. ശബരിമലയെ തകർക്കാനാണ് തന്ത്രിയെ പിടിച്ച് അകത്തിട്ടതെന്നും തന്ത്രി അയ്യപ്പൻ്റെ പ്രതിപുരുഷനാണെന്നും തുറന്നു വിടൂ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാക്കൾ തന്നെ കേരളത്തിലുണ്ട്. തന്ത്രിയെ തുടരുത്, തന്ത്രി അയ്യപ്പൻ്റെ പ്രതിപുരുഷനാണ്, തന്ത്രിയെ പിടിച്ചകത്തിട്ട് ഈ കേസ് ഒതുക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്ന ഒരു പക്ഷക്കാരില്ലേ. SIT പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത്, ഹൈക്കോടതി പറയുന്നത് ശരിയാണെന്ന്. ആനുകാലികമായ ഒരു രണ്ടുണ്ട് പക്ഷത്തിൻ്റെ കഥ പറയാം. തമിഴകം ഒരു പ്രത്യേക ഇസം വെച്ച് പുലർത്തുന്ന സംസ്ഥാനമാണ്. അമ്മ, തങ്കച്ചി, താലി, കുങ്കുമം ഒക്കെ തമിഴർക്ക് ഒരു വികാരമാണ്. ബുദ്ധിമാനായ MGR ഒക്കെ ഈ വികാരങ്ങളെ നന്നായി വിറ്റെടുത്ത കൗശലക്കാരനുമായിരുന്നു. കഴിഞ്ഞ വാരം തമിഴകത്ത് ഒരു സംഭവം നടന്നു. ടി നഗർ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ടി നഗർ മദ്രാസിൽ. ടി നഗർ പ്രദേശത്തെ ഒരു സാധാരണ ശുചീകരണ തൊഴിലാളിയായിരുന്നു പത്മ. ജോലിക്കിടയിൽ അവർക്ക് 360 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ഒരു ചെറിയ സഞ്ചി ചവറുകൾക്കിടയിൽ നിന്ന് കിട്ടി. 360 ഗ്രാം, അതായത് 45 പവൻ. ഒരു പവനിപ്പോൾ സ്വർണത്തിനിപ്പോൾ തീ പിടിച്ച വിലയാണല്ലോ. ഒരു പവനിപ്പോൾ 1,18,000 രൂപ എന്തോ ഉണ്ടെന്ന് ഇന്ന് പറയും. ഉച്ചയാവും പറയും അത് 1,14 അത് രാത്രിയാവും പറയും 1,6 രാവിലെ ആവും പറയും 1,26. ഇങ്ങനെ ഫ്ലക്ച്വേഷൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ സ്വർണത്തിൽ. ഒരു മോളൊക്കെ ഉണ്ടെങ്കിൽ കെട്ടിച്ചയക്കാൻ 10 പവൻ ഇടണമെങ്കിൽ ഞാൻ അതാണ് എപ്പോഴും ആലോചിക്കുന്നത്. അങ്ങനെ മേളിലും താഴോട്ടും ചാഞ്ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 1,00,000 രൂപ വെച്ച് വില കൂട്ടിയാലും 1/2 കോടിക്കുള്ള വകയാണ് ആരുടേതെന്നറിയാതെ കാട് ശുചീകരിക്കുന്നതിനിടയിൽ ഈ പത്മയ്ക്ക് കിട്ടിയത്. ആരായാലും അന്തിച്ചു പോകും എന്നുള്ള കാര്യം ഉറപ്പ്, അടിച്ചു മാറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. 50 ലക്ഷത്തിൻ്റെ സാധനമല്ലേ. പത്മ പക്ഷേ വിവരം മേലുദ്യോഗസ്ഥരെ അറിയിച്ചു. സ്വർണം മേലുദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. വിവരമറിഞ്ഞ യഥാർത്ഥ ഉടമ സ്റ്റേഷനിൽ ഹാജരായി ആ സ്വർണം കൈപ്പറ്റി. ഈ വാർത്ത നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് അറിയുന്നു. നാടിന് മാതൃകയായ പത്മയെ രജനി വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവർ ചെല്ലുന്നു. 45 പവൻ തൻ്റെ മുന്നിൽ കിടന്നിട്ടു അതിന് മുന്നിൽ തലകുനിക്കാതെ ശുചീകരണ തൊഴിലാളിയായ പത്മയെ സ്റ്റൈൽ മന്നൻ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നു. അവിടെ സത്യസന്ധതയ്ക്ക് ഒരു സ്വർണ്ണമാല കഴുത്തിലങ്ങിട്ട് കൊടുത്തു. പത്മയെ പോലുള്ളവരെ നമ്മൾ ആദരിക്കണമെന്നും സ്റ്റൈൽ മന്നൻ പറഞ്ഞു. ഇതറിഞ്ഞ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പത്മയെ നേരിട്ട് വിളിച്ച് പ്രശംസിച്ചു. 1,00,000 രൂപയുടെ ചെക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. പ്രശംസനീയമായ ഇക്കാര്യം ഇവിടെ തീരേണ്ടതാണ്. തമിഴകമല്ലേ, അങ്ങനെ തീരാൻ സമ്മതിക്കില്ലല്ലോ. ശുചീകരണ തൊഴിലാളിക്കും കുറഞ്ഞ വിലയ്ക്ക് പെറോട്ട വിൽക്കുന്നവനെയും ഒക്കെ വിളിച്ച് സ്വർണ്ണമാലകൾ കൊടുക്കുന്നത് രജനീകാന്തിൻ്റെ മനുഷ്യസ്നേഹമല്ല, വ്യാജ മനുഷ്യസ്നേഹമാണ് എന്നും ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ്റെ ആസ്ഥാനമായ റിപ്പൺ ബിൽഡിങ്ങിൻ്റെ പ്രവേശന കവാടത്തിൽ പത്മ അടക്കമുള്ള ശുചീകരണ തൊഴിലാളികൾ അവകാശങ്ങൾക്കായി പോരാടിയപ്പോൾ രജനീകാന്ത് എവിടെ ആയിരുന്നുവെന്നും അവരുടെ യൂണിഫോം നോക്കിയാണോ നിങ്ങളുടെ മഹാമനസ്കത പ്രകടിപ്പിക്കേണ്ടതെന്നും വ്യാജ മനുഷ്യസ്നേഹിയാണ് രജനീകാന്ത് എന്നും
ഒക്കെ പറയുകയാണ് തമിഴിലെ തന്നെ സിനിമയിലെ തന്നെ സംവിധായകനായ ലെനിൻ ഭാരതി. ഈ പോസ്റ്റ് വന്നതോടെ രജനിയെ പ്രകീർത്തിച്ചും ലെനിൻ ഭാരതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചും വിവാദം കനക്കുന്നു. രജനി പത്മയെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ട് നടത്തി എന്നാണ് വിമർശകർ പറയുന്നത്. പത്മയുടെ സത്യസന്ധത സമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്നതാണെന്ന ചിന്തയിലാണ് രജനീകാന്ത് വീട്ടിൽ വിളിച്ചു വരുത്തി സ്വർണ്ണമാല നൽകിയത് എന്ന് മറ്റൊരു കൂട്ടർ പറയും. അതിനും ഒരു ആഴ്ച മുമ്പാണ് 5 രൂപയ്ക്ക് പൊറോട്ട നൽകി ലാഭേച്ഛ കൂടാതെ ഭക്ഷണം നൽകുന്ന ശേഖർ എന്ന് പറഞ്ഞ അണ്ണാച്ചിയെ വിളിച്ചു വരുത്തി രജനീകാന്ത് സ്വർണ്ണമാല നൽകിയത്. 5 രൂപയ്ക്ക് പൊറോട്ട കൊടുക്കുന്ന അണ്ണാച്ചിക്കും കൊടുത്തൊരു മാല. പാവങ്ങളോട് രജനിക്കുള്ള അനുകമ്പയെന്ന് വലിയൊരു കൂട്ടർ പറയുമ്പോൾ ഫോട്ടോഷൂട്ട് ജാടയാണെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. അമ്മയെ തല്ലിയാലും 2 പക്ഷം പുരിഞ്ചിതാ രജനി സാർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹം അങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ജാടകൾ കാണിക്കുന്ന ഒരാളൊന്നും അല്ല രജനീകാന്ത്. എന്നാലും അദ്ദേഹത്തെ അംഗീകരിക്കാൻ വയ്യാത്തവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. അതിവിടെ അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞ ഒരു അലവലാതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മനുഷ്യരെ അംഗീകരിക്കാൻ കഴിയണമെങ്കിൽ വലിയ മനസ്സുണ്ടാവണം. രജനീകാന്തിന് അതുണ്ട് എന്ന് അദ്ദേഹം ആ പൊറോട്ട 5 രൂപയ്ക്ക് പൊറോട്ട കൊടുക്കുന്നവന് 45 പവൻ കിട്ടിയിട്ട് അത് കൃത്യമായി അതിൻ്റെ ആൾക്കാർക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്ത പത്മയെയും ആദരിച്ചതിലൂടെ അദ്ദേഹം തെളിയിച്ചു. നമുക്ക് സിനിമാ വാരഫലവും ഇവിടെ അവസാനിപ്പിക്കാം. പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.